നല്ലേപ്പിള്ളിയിൽ BHP പ്രവർത്തകരുടെ നടപടിയിൽ പ്രതിഷേധം ശക്തം. DYFI പ്രദേശത്ത് പ്രതിഷേധ കരോൾ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസും സമാനമായ പ്രതിഷേധം സംഘടിപ്പിക്കും. നല്ലേപ്പിള്ളിയിൽ നിന്ന് T. നന്ദഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. നല്ലേപ്പിള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ BHP പ്രവർത്തകർ ഈ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കനക്കുകയാണ്. നിലവിലിപ്പോൾ ഈ നല്ലേപ്പിള്ളി ടൗണിലൂടെ DYFIയുടെ നേതൃത്വത്തിലാണ് ഒരു ക്രിസ്മസ് കരോൾ, പ്രതിഷേധ ക്രിസ്മസ് കരോൾ നടക്കുന്നത്. നല്ലേപ്പിള്ളി ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിൽ നിന്നുമാണ് ഈ ഒരു കരോൾ തുടങ്ങിയത്. ഈ നഗരത്തിലൂടെ, ഈ നല്ലേപ്പിള്ളി ടൗണിലൂടെ ഈ ക്രിസ്മസ് കരോൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഉയരുന്നത്. സമാനമായി യൂത്ത് കോൺഗ്രസും അല്പസമയത്തിനകം തന്നെ അവരുടെ പ്രതിഷേധ കരോളും സംഘടിപ്പിക്കും. അങ്ങനെ വലിയ ചർച്ചാ വിഷയവും കൂടിയാവുകയാണ് ഈ ഒരു സംഭവം. ഒരു തരത്തിലും നടക്കാൻ പാടില്ലാത്ത വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഈ ഒരു സ്കൂളിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ചെറിയ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഈ 3 പേരും അങ്ങനെ ഈ ഒരു സ്കൂളിൽ എത്തുകയും കുട്ടികളുടെ മുന്നിൽ വെച്ച പ്രധാന അധ്യാപികയെയും അധ്യാപകരെയും അസഭ്യം പറയുകയും എന്തിനാണ് ഇങ്ങനെ വസ്ത്രം ധരിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഭയപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും ഒരു തരത്തിലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ഇതിൽ പ്രതിഷേധം കനക്കുകയാണല്ലേ? ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണത്. നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളും എല്ലാം കേട്ടിരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം നടക്കുന്നുവെന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ കേട്ടിരുന്നത്. പക്ഷെ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ ഇത്തരം ഒരു വാർത്ത കേരളത്തിൽ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. കേരളം മതനിരപേക്ഷതയുടെ മണ്ണാണ്. എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് അവനവന്റേതായ ആഘോഷങ്ങളാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ആളുകളാണ് മലയാളികൾ. ആ മലയാളികൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള വർഗീയ വിഷവത്തുക്കളുമായി ആളുകൾ കടന്നു ചെല്ലുന്നത്. അങ്ങനെ കടന്നു ചെന്നാൽ അത്തരത്തിലുള്ള ആളുകളെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള വിഷവിത്തുക്കളെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള സൗഹൃദ കൂട്ടായ്മകൾ, പ്രതിഷേധങ്ങൾ വലിയ രൂപത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് DYFI. ഈ ആളുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിലേക്ക് കേരളം മാറിയതും DYFIയുടെ ഇത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഉച്ചയ്ക്ക് കുട്ടികൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴാണ് ഈ 3 പേര് സ്കൂളിലേക്ക് എത്തുകയും ഇത്തരത്തിൽ അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഭയന്നുപോയ അധ്യാപകരും പ്രധാന അധ്യാപികയും ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയും ഇവരുടെ പരാതി അന്വേഷിച്ച് ഇതിൽ കഴമ്പുണ്ട്, നടന്നത് സത്യമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.